വിദ്യാഭ്യാസത്തിലൂടെ വികസിത ഭാരതമെന്ന മുദ്രാവാക്യവുമായുള്ള ദേശീയ വിദ്യാഭ്യാസ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ജ്ഞാനസഭയിൽ RSS സംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിലെ വിവിധ സർവകലാശാലകളിൽ നിന്നുള്ള വൈസ് ചാൻസലർമാരും ഭാരതീയ ശിക്ഷാ സംവാദത്തിൽ പങ്കെടുക്കും. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, വിദ്യാഭ്യാസത്തിലൂടെ വികസിത ഭാരതം എന്ന മുദ്രാവാക്യവുമായാണല്ലോ ദേശീയ വിദ്യാഭ്യാസ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകുന്നത്. സർസംഘചാലക് എപ്പോഴായിരിക്കും പങ്കെടുക്കുക? മറ്റ് ഉന്നത വ്യക്തിത്വങ്ങൾ ആരൊക്കെയായിരിക്കും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്? രോഹിണി, വലിയ തോതിൽ രാജ്യം ഉറ്റുനോക്കുന്ന ഒരു മഹാവിദ്യാഭ്യാസ സമ്മേളനത്തിന് തന്നെയാണ് എറണാകുളം വേദിയാകുന്നത്. പ്രധാനമായും ഒന്ന് പിറവത്ത് ആദിശങ്കര നിലയത്തിൽ 2 ദിവസങ്ങളിലായി ചിന്തൻ ബൈടെക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നു. ശേഷം 2 ദിവസങ്ങളിൽ 27, 28 ദിവസങ്ങളിൽ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് സർസംഘചാലക് തുറന്നു പങ്കെടുക്കുന്ന മറ്റ് 2 വിദ്യാഭ്യാസ സമ്മേളനങ്ങൾ ഉള്ളത്. പ്രധാനമായും ദേശീയതയിലൂന്നിയ വിദ്യാഭ്യാസ നയം, അതുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തിയെടുത്ത് മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്മേളനത്തിന് രൂപം നൽകിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിലൂടെ വികസിത ഭാരതം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം മുൻനിർത്തി തന്നെയാണ് ഈ വിദ്യാഭ്യാസ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. 4 ദിവസങ്ങളിലായിട്ടാണ് സമ്മേളനം നടക്കുന്നത്. അതിൽ ആദ്യ ദിവസം ചിന്തൻ ബൈടെക് എന്ന പൊതു ചർച്ചയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാഭ്യാസ വിചക്ഷണന്മാരും ഒപ്പം തന്നെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് അദ്ദേഹവും പങ്കെടുക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുകയും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും മുന്നോട്ട് വയ്ക്കുകയും എല്ലാം ചെയ്യുന്ന ചിന്തൻ ബൈടെക് ആണ്. അതൊരു പൊതു പരിപാടി എന്ന നിലയിലല്ല, എല്ലാ ഇന്റേണൽ കൃത്യമായി തന്നെ ചർച്ചകൾ ഒരു സംവാദ പരിപാടിയായാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് വൈസ് ചാൻസലർമാർ പങ്കെടുക്കുന്ന ഒരു പൊതുപരിപാടി. അത് 27, 28 തീയതികളിൽ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന ആ ഒരു സമ്മേളനത്തിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 200ഓളം വൈസ് ചാൻസലർമാർ ഇതിൻ്റെ ഭാഗമായി മാറുന്നു. ഈ സംവാദ പരിപാടികളുടെയും ചിന്തൻ ബൈടെക്കിൻ്റെയും തുടർന്നുള്ള വിദ്യാഭ്യാസ സമ്മേളനത്തിൻ്റെയും ഭാഗമായി മാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. കേരളത്തിൽ നിന്ന് തന്നെ 5 വൈസ് ചാൻസലർമാരെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഈ ഒരു വിദ്യാഭ്യാസ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന കാര്യം തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. അങ്ങനെ ദേശീയതയിലൂന്നിയ വിദ്യാഭ്യാസ പദ്ധതികൾക്ക് രൂപം നൽകുക, പ്രത്യേകിച്ച് പ്രാചീന കാലത്ത് എങ്ങനെയാണോ വിദേശത്ത് നിന്ന് വിദ്യാർത്ഥികൾ ഭാരതത്തിലേക്ക് പഠനത്തിനായി എത്തിയത്, അവരെല്ലാവരും തന്നെ ഭാരതത്തെ പഠനത്തിന് വേണ്ടിയുള്ള ഒരു കേന്ദ്രമായി കണ്ടത്, അതിനുവേണ്ടി ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ലഭിക്കുന്ന ഏറ്റവും മികച്ച രീതിയിലുള്ള അനുബന്ധ സംവിധാനങ്ങളുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളുള്ള ഒരു സർവകലാശാലകൾ ഉണ്ടായിരുന്ന കേന്ദ്രത്തിൽ നിന്ന് അതേ രീതിയിലേക്ക് വീണ്ടും രാജ്യത്തെ എത്തിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഈ വിദ്യാഭ്യാസ സമ്മേളനത്തിലൂടെ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. ആദ്യ 2 ദിവസങ്ങളിൽ ചിന്തൻ ബൈടെക് പ്രധാനമായും ശിക്ഷാ സംസ്കൃതി ഉദ്യാന്യാസിൻ്റെ നേതൃത്വത്തിലാണ് ഈ ദിവസങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ സെമിനാറുകളെല്ലാം നടക്കുന്നത്. മോഹൻജി ഭാഗവത് ചിന്തൻ ബൈടെക്കിൽ മാർഗദർശനം നൽകുന്നു. ഒപ്പം തന്നെ അദ്ദേഹം അവിടെ എത്തുന്ന വിദ്യാഭ്യാസ വിചക്ഷണന്മാരുമായി സംവദിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചും മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ചാ സംവാദ പരിപാടി തന്നെയാണ് ആദ്യത്തെ 2 ദിവസം വെളിയനാട് ആദിശങ്കര നിലയത്തിൽ നടക്കുന്നത്. അതിൽ തന്നെ നിരവധി വിവിധ മേഖലകളിൽ നിന്ന് വിദ്യാഭ്യാസ മേഖലയിലെ വിവിധ സർവകലാശാലകളുണ്ട്. മാത്രമല്ല ഏറ്റവും ചെറിയ കുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ മുതൽ രാജ്യത്തെ അറിയപ്പെടുന്ന സർവകലാശാലകളിൽ നിന്ന് അടക്കം ഉള്ള വിദ്യാഭ്യാസ വിചക്ഷണന്മാരും വൈസ് ചാൻസലർമാരും എല്ലാം ഈ സമ്മേളനങ്ങളുടെ ഭാഗമായി മാറുകയും ചെയ്യുകയും അവരുടെ അഭിപ്രായങ്ങൾ മുന്നോട്ട് വെച്ച് പോവുകയും ചെയ്യുന്നു എന്നത് തന്നെയാണ് ഈ 4 ദിവസത്തെ വിദ്യാഭ്യാസ സമ്മേളനം കൊണ്ട് ലക്ഷ്യമിടുന്നത്. അതിലൂടെ ക്രോഡീകരിച്ച് പൊതുവായി മുൻനിർത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടുകൾ, പൊതുവായ സ്വീകരിക്കുന്ന അഭിപ്രായ സ്വരൂപണങ്ങൾ അതുതന്നെയായിരിക്കും ഇനി രാജ്യം പ്രധാനമായും ചർച്ച ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിലുള്ള സമഗ്രമായ ഉന്നതി, സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിൽ മുന്നോട്ടുള്ള ഒരു പോക്കിന് സഹായിക്കുക. ഈ ഒരു ലീഡർഷിപ്പ് കോൺക്ലേവിൽ AICTEയുടെ ചെയർമാൻ പ്രൊഫസർ TG സീതാറാം പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഭാരത സർക്കാരിന് കീഴിലുള്ള ഭാരതീയ ജ്ഞാനപരമ്പര നാഷണൽ കോർഡിനേറ്ററായുള്ള പ്രൊഫസർ ഗാന്ധി S മൂർത്തി, ഡോക്ടർ പങ്കജ് മിത്തൽ എന്നിവരെല്ലാം തന്നെ ഈ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നു എന്നതാണ് അത്തരത്തിലുള്ള പ്രധാന വിദ്യാഭ്യാസ വിചക്ഷണന്മാർ തന്നെയാണ് ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി മാറുകയും ചെയ്യുന്നത്. ദേശീയ
വിദ്യാഭ്യാസ നയം ത്തിന് അനുസൃതമായി സമൂഹ സൃഷ്ടിക്ക് കേരളത്തിൽ നിന്ന് ഉള്ള ഒരു ചാൻസലർമാരുടെയും വിദ്യാഭ്യാസ വിചക്ഷണന്മാരുടെയും പങ്കാളിത്തം കൂടി അതിൽ പ്രധാനമായും ഉണ്ട്. ഒപ്പം തന്നെ വിവിധ ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ പ്രത്യേക ചർച്ചകൾ ഇതോട് അനുബന്ധിച്ച് തന്നെ നടക്കുന്നു. അതിലും ഡോക്ടർ മോഹൻ ഭാഗവത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സർസംഘചാലക് പങ്കെടുക്കുന്നുണ്ട്. ആദ്യാവസാനം വിദ്യാഭ്യാസത്തിലെ ഭാരതീയത എന്ന വിഷയത്തിൽ അദ്ദേഹം മുഖ്യ പ്രഭാഷണം നടത്തി സംസാരിക്കുന്നു. അത് പ്രാചീന കാലം മുതൽ ആദ്യകാലം മുതൽ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഭാരതം നേടിയിട്ടുള്ള നേട്ടങ്ങൾ, ഒപ്പം തന്നെ ആ നേട്ടങ്ങൾ തുടർന്നു കൊണ്ടുപോകാനും ഭാരതീയതയിൽ ഊന്നിയ വിദ്യാഭ്യാസ നയം രൂപീകരിക്കുകയും എല്ലാം തന്നെ ചെയ്യേണ്ടതിൻ്റെ ഒരു ലക്ഷ്യം, അതിലേക്കുള്ള വഴികളെല്ലാം തന്നെ അദ്ദേഹം വിശദീകരിച്ച് നൽകുകയും ചെയ്യും. ശരി ജിജേഷ്, വിദ്യാഭ്യാസത്തിലൂടെ വികസിത ഭാരതം എന്ന മുദ്രാവാക്യവുമായുള്ള ദേശീയ വിദ്യാഭ്യാസ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകുകയാണ്. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ജ്ഞാനസഭയിൽ RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിലെ വിവിധ സർവകലാശാലകളിൽ നിന്നുള്ള വൈസ് ചാൻസലർമാരും ഭാരതീയ ശിക്ഷാ സംവാദത്തിൽ പങ്കെടുക്കും. ജിജേഷ് കരുണാകരനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.